എസ് ജാനകിയുടെ ഭൗതികദേഹം രാവിലെ 8:30 മൈസൂരു മഹാരാജ കോളേജിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് ഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസിൽ വെച്ച് ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. മൈസൂരുവിൽ തന്നെ സംസ്കരിക്കണം എന്നായിരുന്നു ജാനകി അമ്മയുടെ അന്ത്യാഭിലാഷം. KB ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് മൈസൂരുവിൽ നിന്ന്. ശ്രീധരൻ, അമ്മയെ സ്നേഹിക്കുന്ന, അമ്മയെ പാട്ടിനെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന കുറേയധികം മനുഷ്യർക്ക് അവിടെ എത്തി ആ സ്നേഹവും ആ ആദരവും അറിയിക്കാനുണ്ട്. എത്ര നേരമുണ്ട് പൊതുദർശനം? വലിയ തിരക്കാണോ അവിടെ? രാവിലെ മുതൽ തന്നെ ബൊഗാഡിയിലെ മൈസൂരു യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ബൊഗാഡിയിലെ വീട്ടിൽ നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും, അതായത് ഈ പ്രദേശവാസികൾ മാത്രമല്ല, വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. പ്രായമായ ഒരു ആശുപത്രി കിടക്കയിൽ നിന്നെതിരെ എഴുന്നേറ്റ് വന്ന ചില ആളുകൾ ഇവിടെ കണ്ടു. അവർക്കെല്ലാം ജാനകിയമ്മയെക്കുറിച്ച് വലിയ ഓർമ്മകൾ, അവർക്ക് മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയാണ് പങ്കുവെക്കാനുള്ള. ചില ആളുകൾ നമ്മോടൊപ്പം ചേരുന്നു. എന്താ പേര്? എൻ്റെ പേരാണ് വിജയകുമാർ. ഞാൻ പൊള്ളാച്ചി, കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് പൊള്ളാച്ചി. അത് എനിക്ക് ഒരു 45 ഇയേഴ്സൊക്കെ മുമ്പിൽ ജാനകിയമ്മ ഫാമിലി ഫ്രണ്ടായിട്ട് വന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു നല്ല ഇഷ്ടപ്പെട്ട ഒരു ദൈവം പോലെയാണ് ജാനകിയമ്മ. കുറച്ച് വയസ്സിലെ ഞാൻ അവിടെ മീടി പിടിച്ച് ഹെയർ പിടിച്ച് കഴുത്ത് കട്ടിന് കഴിച്ചിട്ടുണ്ട്. പിന്നെ വലിയ ആളാകുമ്പോൾ വലിയൊരു ലെജൻഡറി ജാനകിയമ്മ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷമാണ്. കൊച്ചു വയസ്സിൽ നല്ല റോഡ് ക്രിക്കറ്റ് കൂടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു വലിയ ഒരു ലെജൻഡ് അതുപോലെ മനസ്സിലായി ഇരുന്ന് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടോ എല്ലാവരും? ആ വീട്ടിലൊക്കെ എന്നാണ് അത് ഞാൻ നിങ്ങൾക്ക് അത് വീട്ടിലൊക്കെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ മരിക്കുമ്പോഴാണ് ജാനകിയമ്മ വന്നു. അപ്പോൾ അവിടെ എൻ്റെ വില്ലേജിലെ ഇരിക്കുന്ന ആളുകളെ മുഴുവനും ജാനകിയമ്മക്ക് അറിയും. എല്ലാവരെയും ചോദിക്കും. അതുകൊണ്ട് നല്ല ഒരു ദൈവം പോലെയാണ് ജാനകി. അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നുവല്ലേ? ഞാൻ ഒരു 2 മാസം ഒരു പ്രാവശ്യം ഇവിടെ വരും. അത് ഗീ ഉണ്ടല്ലേ, ഗീ ഉണ്ട്, ഹണി. അവിടെ നമ്മുടെ സ്ഥലത്ത് ഇരുന്ന് കുറേ കാലങ്ങൾ ഇവിടെ ഞങ്ങൾ അയച്ചു വയ്ക്കും. ജാനകിയമ്മയ്ക്ക് കൊണ്ടുകൊടുക്കും. ജാനകിയമ്മയ്ക്ക് പിക്കിൾ ഉണ്ടല്ലേ, പിക്കിൾ ഉണ്ട്, ഹണി ചെറുതേന്ന് അറിയല്ലേ, ചെറുതേന്ന് എൻ്റെ ഗീ, പ്യൂർ ഗീ, അത് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഇതെല്ലാം നമ്മളെ സ്ഥലത്തിരുന്ന് അയച്ചു വയ്ക്കും. അങ്ങനെ ജാനകിയമ്മ ഇവിടെ നമ്മളോടിട്ട് പോകുമ്പോൾ കൊഞ്ചം നമ്മൾക്ക് ഏത് പറയുന്നു, വേദനകളുണ്ടാകും, വളരെ വേദന എന്നാണ്. ഇതുപോലെ ജാനകിയമ്മ പോലെ ഇനി അവിടെ പ്ലേസ് ഫിൽ ചെയ്യുന്ന ആൾ ഇനി ഇല്ല. അതാണ് ഇനി ആ ശബ്ദമില്ല, ആ സ്വരമാധുര്യമില്ല എന്നുള്ളത് നമുക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ഇന്നലെ ആ വാർത്ത വരുമ്പോൾ ഒരു ഞെട്ടലായിരുന്നു മനസ്സിൽ. പിന്നീട് അതൊരു നോവായും നൊമ്പരമായും മാറി.